പാർത്ഥ, അനുമതിയില്ലാതെ കരിദിന റാലി സംഘടിപ്പിച്ചു എന്നതിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ തമിഴ്നാട് അധ്യക്ഷനായ അണ്ണാമലൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിൽ വലിയ പ്രതിഷേധമാണ് ബി.ജെ.പി തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സേനകൾ തമിഴ്നാട്ടിൽ വിന്യസിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഒരു സ്ഫോടന കേസിലെ പ്രതിയെ വലിയ വീരപരിവേഷം തമിഴ്നാട് നൽകി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ 4 വോട്ടിന് വേണ്ടി തെമ്മാടിത്തരം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണ്ണാമലയുടെ പ്രതിഷേധം വലിയ രീതിയിൽ വ്യാപകമാവുകയും പിന്നീട് അത് അറസ്റ്റിലേക്ക് പോയി. നമുക്ക് ഇപ്പോ ഇത്തരത്തിൽ ബി.ജെ.പിയുടെ തമിഴ്നാട്ടിലെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ പോലീസ് അകത്താക്കുമ്പോൾ അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ള പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും ഒരു ബി.ജെ.പിയുടെ, അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ അങ്ങനെ അങ്ങ് പിടിച്ച് അകത്തിടാനൊക്കെ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇതെന്താ വെള്ളരിക്കാപട്ടണമാണോ എന്ന് തോന്നും. കാരണം ഒരു കരിദിന റാലിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി തങ്ങളുടെ പ്രവർത്തകനെ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ പ്രവർത്തകരെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കാൻ ഒരുമ്പെട്ടപ്പോൾ എൻ്റെ മേൽ, അതായത് നിങ്ങൾ എന്നെ അടിച്ചതിന് ശേഷം മാത്രമാണ് എൻ്റെ പ്രവർത്തകരെ തുടരാൻ ഞാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നേരെ, അതായത് സാധാരണ നമ്മൾ കാണുന്ന ചില സംസ്ഥാന അധ്യക്ഷന്മാരെ പോലെ അല്ലാതെ വളരെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തകർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്കൊപ്പം ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അണ്ണാമലയെ ഒരു കാരണവുമില്ലാതെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അണ്ണാമലയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ, അതായത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്രത്തിനോട് ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷ കൂടിയായിട്ടുള്ള തമിഴിസൈ സൗന്ദരരാജൻ വളരെ കൃത്യമായ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ തമിഴ്നാട്ടിലെ കേന്ദ്ര സേനയെ വിനിയോഗിക്കേണ്ടി വരും. ഇവിടുത്തെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഈ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ക്രമസമാധാന നിലയൊക്കെ തകരാറിലാകുന്ന രീതിയിലേക്ക് ഇവിടുത്തെ സ്റ്റാലിൻ ഗവൺമെന്റ് തന്നെ കൊണ്ടുപോകും എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ആശങ്ക കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ചിലപ്പോൾ ഇടപെട്ടേക്കും എന്നുള്ള സൂചനകളാണ് നമുക്ക് പുറത്തു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അണ്ണാമലയെ വല്ലാതെ ഭയക്കുന്നുണ്ട് ഈ പറയുന്ന സ്റ്റാലിനും അതുപോലെ തന്നെ ദ്രാവിഡ കക്ഷികളുമൊക്കെ. ദ്രാവിഡ കക്ഷി എന്ന് ഞാൻ പറയുമ്പോൾ അണ്ണാ-ഡി.എം.കെ അല്ല. അണ്ണാ-ഡി.എം.കെയുമായി ബന്ധപ്പെട്ട് അണ്ണാ-ഡി.എം.കെയും ബി.ജെ.പിയും ഒരു പുതിയ സഖ്യം ഉയർന്നു വരുന്നു. ആ പഴയ സഖ്യം പൊട്ടി, പക്ഷെ പുതിയ സഖ്യം ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ ശരത് കുമാറിന്റെ പാർട്ടി അതിലേക്ക് വരും, പട്ടാളി മക്കൾ കക്ഷി, അതുപോലെ അങ്ങനത്തെ പുതിയ ചെറു കക്ഷികളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിശാല NDA തമിഴ്നാട്ടിൽ ഉണ്ടാകുമെന്നുള്ള ഭയം സ്റ്റാലിൻ ഗവൺമെന്റിനുണ്ട്. അതുപോലെ തന്നെ വിജയ് ഇപ്പോൾ പുതിയ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. വിജയുടെ രാഷ്ട്രീയ ധ്രുവീകരണം, ഏത് ഭാഗത്തു നിന്നാണ് വിജയ്ക്ക് അനുകൂലമായ പാർട്ടി വോട്ടുകൾ പോവുക എന്ന് നോക്കുന്ന സമയത്ത് അത് ഈ ദ്രാവിഡ കക്ഷികളിൽ നിന്നാണ്, ഏറ്റവും പ്രധാനമായി DMK-യിൽ നിന്നാണ് പോവുക എന്നുള്ളത് DMK തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് DMK-യുടെ കോട്ടകളിലേക്ക് വിജയ് വളരെ സൈലന്റ് ആയിക്കൊണ്ട് കടന്നു കയറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ 2 ധ്രുവങ്ങൾ ഇങ്ങനെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിൽ ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിലേക്ക് ബി.ജെ.പി കൃത്യമായി തമിഴ്നാട്ടിൽ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കാണുന്നുണ്ട്. ഇത് ആരെ ഭയപ്പെടുത്തുന്നുണ്ട്? ഈ പറയുന്ന ഇന്ത്യ മുന്നണിയെ ഭയപ്പെടുത്തുന്നുണ്ട്. അവർക്ക് വലിയ പ്രശ്നമാണ്. തമിഴ്നാട്ടിൽ നടക്കാത്ത പ്രശ്നങ്ങളില്ല. ജാതിയുടെ പേരിൽ പല ആളുകളെ അടിച്ചു കൊല്ലുന്നു. ഇപ്പോഴും ജാതി വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ പറയുന്ന തമിഴ്നാട്. അവിടെ നടക്കുന്ന ഈ ജാതി കൊലപാതകങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാരന്റെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ആക്രമിക്കുന്നു, അടിച്ചു കൊല്ലുന്നു, തട്ടിക്കൊണ്ടു പോകുന്നു, ഇതൊക്കെ സ്ഥിരം സംഭവങ്ങളാണ്. അതിനെതിരെ ഇവിടുത്തെ മതേതരത്വ, നിഷ്പക്ഷ, സാംസ്കാരിക നായകർക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, നായകർക്ക് ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾ ഉള്ളൊരു സമയത്താണ് ഇപ്പൊ വിജയിയുടെ ഒക്കെ കടന്നു വരവ് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി വിജയിയുടെ കടന്നു വരവോടുകൂടി വോട്ട് സ്പ്ലിറ്റേഷൻ വരികയും ഇത് അണ്ണാമലയെ അതുപോലെ തന്നെ അണ്ണാ-ഡി.എം.കെ ഒക്കെ ബന്ധപ്പെട്ടുള്ള വോട്ട് പാറ്റേണിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അവിടെ ബി.ജെ.പിക്ക് വലിയ സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും. ഇതോടനുബന്ധിച്ച് തന്നെയാണ് നമ്മൾ ഈ കാര്യത്തെയും കാണേണ്ടത്. വളരെ കൃത്യമായി ഒരു തീവ്രവാദിയുടെ ശവസംസ്കാരം വലിയ മഹോന്നതനെ പോലെ, അതായത് ഒരു നിരോധിത സംഘടനയാണ്. അതെ, ആ ഒരു മഹാനേതാവിനെ പോലെ, ഒരു മഹാത്മാവിനെ പോലെ, എന്തോ വലിയ പുണ്യപ്രവൃത്തി ചെയ്ത ആളുടെ ശവസംസ്കാരം പോലെ സാമാന്യമായി എല്ലാ മനുഷ്യനും കൊടുക്കുന്ന ഇത് മാത്രം കൊടുത്താൽ മതി. അത് അങ്ങനെയാണെങ്കിൽ അതുപോലും അതിന് പോലും അർഹതയില്ല. പക്ഷെ അങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ അതിനേക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് സംസ്ഥാനത്തിന്റെ വലിയ അകമഴിഞ്ഞ സഹായമൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അതിനകത്ത് തീവ്രവാദികളെ നിങ്ങൾ ഇങ്ങനെയാണോ അക്കമഡേറ്റ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യമാണ് വളരെ കൃത്യമായി
അണ്ണാമല ചോദിച്ചത്. ആർക്ക് ധൈര്യമുണ്ട് ഇങ്ങനെ ചോദിക്കാൻ? കാരണം ഈ ഇന്ത്യയുടെ ആത്മാവിനെ, ഇന്ത്യയുടെ മണ്ണിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ എറിഞ്ഞുകൊണ്ട് മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ട്, തമ്മിലടിപ്പിച്ചുകൊണ്ട്, ചോര ചീറ്റിച്ചുകൊണ്ട്, ഈ കോയമ്പത്തൂരിലെ അന്ന് ആ നഗരത്തിലുണ്ടായിരുന്ന ഒട്ടേറെ ആളുകളുടെ കണ്ണിൽ ഇന്നും അതിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല. അതെ, ഭയപ്പാടുകൾ വിട്ടുമാറിയിട്ടില്ല. വലിയ എത്രയോ അധികം ഇറച്ചി കഷ്ണങ്ങളാണ്, മാംസ കഷ്ണങ്ങളാണ് തെറിച്ചു വീണത്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ, ആളുകളുടെ, സ്ത്രീകളുടെ, അതിൽ ഗർഭിണി വരെ ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ദാരുണമായ സംഭവം. ആ വൃത്തികേടുകൾ ചെയ്ത ഇവരെ ഒരു പാകപ്പിഴ പറ്റിയിട്ടുണ്ട്. കോൺഗ്രസ് ഗവൺമെന്റിനും BJP ഗവൺമെന്റിനും ഒക്കെ അവരെ കൃത്യമായി വിചാരണ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത്, വിചാരണ തടവുകാരായി വെച്ചു എന്നുള്ളതൊക്കെ ഒരു പാകപ്പിഴയാണ്. എങ്കിൽ പോലും ഇതിൽ ഇത്രയ്ക്ക് വൃത്തികെട്ട ആളുകൾ, അത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. BJPയുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലല്ല അറസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് പോലും ആർക്കും എന്താണ് ഈ പറയുന്ന ഒരു മതേതരത്വത്തിന്റെ പേരിൽ, മതേതരത്വം എന്നാൽ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നുള്ള നിലപാടിലേക്ക് ഈ പറയുന്ന തമിഴ്നാടൊക്കെ എത്തിയിരിക്കുന്നു. ദനിക്ക് എന്താ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അണ്ണാമലയുടെ ഈ നീക്കം സ്റ്റാലിനെയൊക്കെ വലിയ രീതിയിൽ ഭയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അണ്ണാമല പോരാടിയത് ഒരു ചെറിയ വിഷയത്തിന് വേണ്ടിയിട്ടല്ല. ഇപ്പോ ചിലർ പറയുന്നു ഹിന്ദു സംഘടനകളൊക്കെ വലിയ പ്രതിഷേധത്തിലായിരുന്നു എന്നുള്ളത്. ഹിന്ദു സംഘടന മാത്രമല്ല, തമിഴ്നാട്ടിലെ ബുദ്ധി ഉദിച്ചിട്ടുള്ള എല്ലാ ആളുകളും ഈ ഭാഷ എന്ന് പറയുന്ന ഈ 58 പേരെ കൊലപ്പെടുത്തിയ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ മുഖ്യപ്രതിയായ ഇയാളുടെ ശവസംസ്കാരം ഇത്തരത്തിലല്ല നടത്തേണ്ടത്. ഇയാൾക്ക് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഔദ്യോഗിക പരിവേഷം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ എന്തോ വലിയ വീരനായക പരിവേഷം നൽകിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം വലിയ രീതിയിൽ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രതിഷേധം വലിയ രീതിയിൽ തമിഴ്നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് BJP തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ തീരുമാനം വലിയ രീതിയിലുള്ള പ്രതിസന്ധി തമിഴ്നാട്ടിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഒരു കലാപ സാധ്യത ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്രസേനയെ വിന്യസിപ്പിക്കാനുള്ള നിലപാട് മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അമിത്ഷാ ഇക്കാര്യത്തിൽ വേണ്ട നിലപാടുകൾ എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ ഇത് പ്രതിസന്ധിയിലാക്കുന്നത് സ്റ്റാലിൻ പിന്തുടരുന്ന രാഷ്ട്രീയ രീതികളെയും ഒക്കെയാണ്. കാരണം BJPക്ക് ഇപ്പോൾ പറയാനൊരു കാര്യം തമിഴ്നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു തീവ്രവാദിയെ സംരക്ഷിക്കുന്ന നിലപാടാണോ സ്റ്റാലിൻ സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും അവിടെ തീർന്നു. സ്റ്റാലിന്റെ എല്ലാ പദവികളുടെയും എന്താ പറയുക, ഒരു അവസാന പാഠം അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അണ്ണാമല എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് തീവ്രവാദ ശക്തികൾക്കൊപ്പമാണ് DMK നിൽക്കുന്നത് എന്നുള്ള ഒരു ഉത്തരം അവിടെ BJPക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അറസ്റ്റ് മൈലേജ് കിട്ടുന്നത് BJPക്കും തകരാൻ പോകുന്നത് DMKയുമാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.